മുൻ എം.എൽ.എ. ഐഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള മാറ്റത്തിന് പിന്നാലെ CPM-ൽ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. മാറ്റത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ജില്ലയിൽ അവലോകന യോഗം നടന്നു. കോൺഗ്രസിനായി കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി സ്ഥാനാർത്ഥിയാകുന്നതോടെ കടുത്ത മത്സരമാണ് LDF-നെ കാത്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് ഐഷ പോറ്റി ഇപ്പോൾ എടുത്ത തീരുമാനം എനിക്ക് വളരെ വേദനയുള്ളൊരു തീരുമാനമാണ്. പാർട്ടിക്കും LDF-നും ഐഷ പോറ്റി ചില സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണാതിരിക്കുന്നില്ല. അതിന് തുല്യമോ അതിൽ കൂടുതലോ പാർട്ടിയും LDF-ഉം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. CPM ജനറൽ സെക്രട്ടറി തുറന്നു പറഞ്ഞ അതേ മനോവിഷമം കൊട്ടാരക്കരയിലെ പല പാർട്ടി അണികൾക്കുമുണ്ട്. കാര്യകാരണങ്ങൾ നിരത്തി പ്രദേശത്തെ പാർട്ടി അംഗങ്ങളെ രാഷ്ട്രീയ സാഹചര്യം ബോധ്യപ്പെടുത്തുകയെന്നതാണ് CPM-ന് മുന്നിലുള്ള ആദ്യ കടമ്പ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചർച്ചയിലും കൊട്ടാരക്കര പ്രധാന വിഷയമായി. കോൺഗ്രസിന്റെ വേദികളിലെത്തി വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി പറയുകയാണ് ഐഷ പോറ്റി. വർഗവഞ്ചകി എന്നും ഒക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഭാഷകൾ പറയാമോ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഒരു തോന്നലുണ്ട്, നിങ്ങളുടെയൊക്കെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സരിനടക്കം ശോഭന ജോർജ് അടക്കം എണ്ണിയാൽ തീരാത്ത ഒട്ടേറെ പേർ ആ പ്രസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പേരെന്താന്ന് കൂടി എനിക്ക് ഒന്ന് ചോദിക്കാനായിട്ടുണ്ട്. ഐഷ പോറ്റി സ്ഥാനാർത്ഥിയാകുന്നതോടെ കടുത്ത മത്സരത്തിനാകും കൊട്ടാരക്കര സാക്ഷിയാകുന്നത്. 2006 മുതലാണ് CPM ഐഷ പോറ്റിയിലൂടെ കൊട്ടാരക്കര നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിക്കുന്നത്. 2011 മുതലുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ കണക്കുകളാണ് നിർണായകമാകുന്നത്. കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ 2011 ഐഷ പോറ്റിയാണ് വിജയിച്ചത്. ആ കൊല്ലം ഐഷ പോറ്റിക്ക് നേടാനായത് 20,592 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ 2016 വരുമ്പോൾ പിന്നീട് ആ ഭൂരിപക്ഷം ഇരട്ടിയായി ഉയരുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീടാണ് 2021 വരുന്നത്. രണ്ടാം പിണറായി സർക്കാർ ശക്തമായി തിരിച്ചു വരുന്ന സമയമാണ്. ഒപ്പം സംഘടനയിൽ ഏറ്റവും ശക്തനായ നേതാവ് KN ബാലഗോപാലാണ് കൊട്ടാരക്കരയിലേക്ക് വരുന്നത്. എന്നാൽ ആ കൊല്ലം ഭൂരിപക്ഷം 10,000-ലേക്ക് ചുരുങ്ങിയത് വലിയ പ്രതിസന്ധിയായി പാർട്ടി ഇപ്പോഴും കാണുന്നുണ്ട്. ഈ കണക്ക് തന്നെയാണ് ഇപ്പോഴും ഗൗരവമായ ചർച്ചയിൽ വരുന്നത്. LDF-ന് മുൻപത്തെ തിരഞ്ഞെടുപ്പിനേക്കാൾ 9% വോട്ടിന്റെ കുറവാണുണ്ടായത്. BJP വോട്ട് വിഹിതം ഉയർത്തുന്ന കാഴ്ചയാണ് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കൊട്ടാരക്കരയിൽ കാണുന്നത്. 2021 വോട്ട് വിഹിതത്തിൽ നേരിയ കുറവുണ്ടായെങ്കിലും മണ്ഡലത്തിൽ 15%-ലധികം വോട്ടുകൾ സമാഹരിക്കാൻ BJPക്ക് കഴിയുന്നുണ്ട്. ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നതോടെ നെടുവത്തൂർ, കൊട്ടാരക്കര ഏരിയ കമ്മിറ്റികൾ കഴിഞ്ഞ ദിവസം രാത്രി അടിയന്തര യോഗം ചേർന്നിരുന്നു. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അല്ലാതെ CPM-ന്റെ സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ ഇനി മറ്റാരും വരാനുള്ള സാധ്യതയില്ല. മണ്ഡലത്തിൽ IT രംഗത്തുൾപ്പെടെ നടപ്പിലാക്കിയ വികസനം മുൻനിർത്തിയാകും LDF-ന്റെ പ്രചാരണം. CPM-നുള്ളിൽ പോലും വ്യക്തിബന്ധങ്ങളുള്ള ഐഷ പോറ്റിയെ വർഗവഞ്ചകയെന്ന് ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലുമുണ്ട്. 20 വർഷമായി എത്തിപ്പിടിക്കാൻ കഴിയാതിരുന്ന കൊട്ടാരക്കര നിയമസഭാ മണ്ഡലം ഐഷ പോറ്റിയിലൂടെ കയ്യിൽ വന്നു ചേരുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. മാടമ്പിയെ തോൽപ്പിച്ച മാടപ്രാവെന്നാണ് ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ച ഐഷ പോറ്റിയെ അന്ന് പാർട്ടി വിശേഷിപ്പിച്ചത്. ചുവടുമാറ്റത്തിലൂടെ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ വിജയത്തിലൂടെ മറുപടി പറയാനാകണമെന്നാണ് CPM ആഗ്രഹിക്കുന്നത്. വിജയിച്ച് കൊട്ടാരക്കര കയറാനുള്ള തിരക്കിട്ട ചർച്ചകൾ CPM കേന്ദ്രങ്ങളിൽ നടക്കുകയാണ്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.